ഹായ്, അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ നല്ലൊരു മാങ്ങ ജാമി കേട്ടോ. അപ്പോൾ ഇതാക്കണു നമുക്കിത് ദോശയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയൊരു മാങ്ങ ജാമിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെറുതെ അങ്ങനെയും കഴിക്കട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് ഇതാക്കണു നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത മാങ്ങയാണ്, തൊലി കണ്ടാൽ പഴുത്തിട്ടില്ല തോന്നും, പക്ഷേ ഇതങ്ങനെ ഉള്ള നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാനൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും പാരാതെ തന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. പിന്നെ ഒരു ശർക്കര പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പത്തിന് ഇതൊക്കെ നമ്മളെ മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയ ചൂട് വിട്ടതിന് ശേഷം ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി പാർന്ന് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ശർക്കര പൊടിച്ചതുണ്ടല്ലോ അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേശം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. തീ സിമ്മിലിടണം കേട്ടോ. പിന്നെ അതാ 2 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. കാരണം അത് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ആ ശർക്കരയുടെ ഇതിങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കളറ് ഒരു വ്യത്യാസമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ടാവും. അപ്പോൾ അതങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കുറുകി വരണം. നമ്മളിപ്പോൾ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ ആ ഒരു ചട്ടകത്തുമ്പോൾ ഇങ്ങനെ വേറിട്ട രീതിയിൽ ഇങ്ങനെ ആവണം കേട്ടോ. അതാണ് അതിൻ്റെ പാകം. അപ്പം ഞാനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ മാങ്ങ ജാമി ഇതിലോട്ട് ഞാൻ പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലും നമുക്കൊന്ന് പാർന്ന് കൊടുക്കട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം ഞാൻ ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടില്ല, അടിപൊളിയായിട്ടില്ല ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ ജാമിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.